ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ വിഷയം ആ തലകറങ്ങി വീണ ആളെ പിടിക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അപ്പോഴത്തേനും ആരോ വന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടുകൊടുത്ത് അയാൾ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് വിഷത്തിൻ്റെ ബാഗ് എടുത്തിട്ട് വേറൊരു ബാഗ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വിശ്വം വേഗം തന്നെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാണ്. അതിന് ശേഷം ചെക്കൊക്കെ കൊടുത്തതിന് ശേഷം പൈസ അടയ്ക്കാനായിട്ട് ബാഗ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ളിലുള്ള ഒരാൾ അത് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൈസ പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ മുഴുവനും കടലാസ് കഷ്ണങ്ങളാണ് ഇങ്ങനെ നോട്ടുകെട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ മേഡം എന്ന് പറഞ്ഞിട്ട് ആ മേഡത്തിന് വിളിക്കുകയാണ്. അപ്പോഴാണ് വിശ്വനും അത് കാണുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസ സാറിനെയാണ്. ശ്രീനിവാസ സാറും സുധയും കൂടിയിട്ട് വിക്രത്തിൻ്റെ വീട്ടിൽ പോകുകയാണ്. അപ്പോൾ സുധ ചോദിക്കുന്നുണ്ട്, നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് ഇഷ്ടപ്പെടും അവർക്ക്? അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അത് ഉറപ്പല്ലേ ഇഷ്ടപ്പെടില്ല എന്ന്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം എന്തായാലും ഈ ഒരു പൂജ നടത്തുകയല്ലേ നീ. അപ്പോൾ നീ ആ ഒരു പൂജ നടത്തുന്നതിൻ്റെ പേരിൽ നമുക്ക് അത് പറയാൻ വേണ്ടി പോകാമല്ലോ. എന്തായാലും ഇപ്പം തന്നെ വൈകി. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് അവനെ കാണേണ്ടതായിരുന്നു. വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് സുധേ. അത് നമ്മൾ വേണ്ടാന്ന് വെക്കരുതെന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ വീട് കത്തിയത് അറിഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ വിക്രമല്ല പുളിക്കൻ പുറത്ത് തന്നെ നിൽക്കുള്ളൂ. ശ്രീനിവാസ സാറും സുധയും കൂടിയിട്ട് അകത്തേക്ക് കയറും. അപ്പോഴേക്കും വേദ വരുന്നുണ്ട് കേട്ടോ. വേദ നല്ല സന്തോഷത്തോടെ ചിരിച്ച് ഇതൊക്കെ ആക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് ആഹാ ശ്രീനി സാറോ എന്നൊക്കെ പറഞ്ഞിട്ട് വായോ മേഡം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ വിക്രത്തിനെ ഒന്ന് കാണാനായിട്ട്. അതിനെന്താ, വായോ അകത്തേക്ക് വാ, വേണ്ട ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല, അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണേ. അപ്പോൾ മാഷും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാഷോട് പറയുന്നുണ്ട്, അവിടെ അവിടെ ഒരു വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൂജയ്ക്ക് സുധയാണത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയും. അപ്പോൾ മാഷ് പറയാണ് കേട്ടോ, ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കറയൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടുള്ള പൂജയാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഇത് അങ്ങനെ ഒരു പാപങ്ങളും ഞങ്ങൾ ദൈവങ്ങളെ കൊണ്ട് കഴുകിക്കളയിക്കാറില്ല, മനുഷ്യരെയും അതിൽ ഉൾപ്പെടുത്താറില്ല, ഇത് സുധ നടത്തുന്നതാണെന്ന് പറയും. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാതിരുന്ന മാഷ് പറയും, എനിക്ക് ചായ തൊടിയിലേക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇറങ്ങിപ്പോവും. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീജനോട്, ഇവരെന്തിനാണോ ഇവരെങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നതെന്ന്. അപ്പോൾ സുധ കമലാമ്മനോട് പറയാണ്, നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് അറിയാം, പക്ഷേ ശ്രീനിവാസ് സാറ് ഒരിക്കലും അങ്ങനെ വിക്രത്തിനെ തെറ്റായ രീതിയിലൊന്നും ഒരു കാര്യങ്ങളും ചെയ്യിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛന് ഇഷ്ടമല്ല വിക്രം ഈ രീതിയിൽ നടക്കുന്നത്. ആ ഒരു ഇഷ്ടം അദ്ദേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നു കമലാമ്മയും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസ് സാറ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടായല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും കൂടിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ വേദമാണെന്നുണ്ടെങ്കിൽ അയാളെ സംസാരം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പൂജയ്ക്ക് വായോ, വിക്രമിൻ്റെ കൂടെ വേദയും കൂടെ വായോ കേട്ടോ, എല്ലാവരും വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ വിക്രം വരികയാണ് കേട്ടോ. അയ്യോ സാറേ എപ്പോൾ വന്നു, ഞാൻ കുളിക്കേ എന്ന് പറയും കേട്ടോ, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. അപ്പോൾ വേദ പറയും, ഞാൻ കാപ്പി എടുക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ സാർ സമ്മതിക്കുന്നില്ല എന്ന് പറയും. വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം, നിൻ്റെ മുറിയിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ ശ്രീനി സാറ് വിക്രത്തിനെ. പിന്നെ കാണിക്കുന്നത് വിശ്വത്തിനെയാണ്. മാനേജറാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എടോ തൻ്റെ കൺമുന്നിൽ വെച്ചിട്ടല്ലേടോ ഞാൻ 10 ലക്ഷം രൂപ ആ ബാഗിലിട്ടിട്ട് പൂട്ടി താക്കോല് തൻ്റെ കയ്യിൽ തന്നത്, എന്നിട്ട് താൻ എന്താടാ പറഞ്ഞത്? അത് ശരിയാണ് സാറേ, പക്ഷേ അവിടെ ചെന്നുങ്ങാണ്ട് അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ മുഴുവൻ കടലാസ് കഷ്ണങ്ങളാണ്. താൻ എന്താടോ എന്നെ കളിയാക്കാണോ? ഞാനെന്താ മാജിക്ക് ചെയ്തെന്നാണോ താൻ വിചാരിക്കുന്നത്? ആ പൈസ എവിടെ വെച്ചിട്ടോ ചോദിക്കുമ്പോൾ, അയ്യോ സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. താൻ എന്തായാലും ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, 10 ലക്ഷം രൂപ നിന്ന നിപ്പിലല്ലേ മുക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വത്തിനെ അല്ലാണ്ട് അപമാനിക്കാണ്. വിശ്വം പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സെക്യൂരിറ്റി വിളിച്ചിട്ട് ഇയാളെ പുറത്ത് കൂടെ പുറത്തേക്ക് വിടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ മുറിയിൽ വന്നിട്ട് ശ്രീൻ സാറ് എല്ലായിടത്തേക്കും നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാധാരണ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ താൻ തിരിച്ചടിക്കാനാണല്ലോ, ഈ തവണ എന്തേ തിരിച്ചടിക്കാത്തതെന്ന് ചോദിക്കുന്ന വഴിക്ക് വേദ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വേദ വേദയ്ക്ക് മനസ്സിലാവും കേട്ടോ, തിരിച്ചടിക്കാൻ പറയാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചിട്ട് വേദ ചെന്നിട്ട് പറയുകയാണേ, ഇനിയിപ്പോൾ തിരിച്ചടിക്കാൻ തോന്നിയില്ലെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും ശ്രീനി സാറ് വന്നത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ്. അഥവാ ഇനി വിക്രം വേണ്ടാന്ന് വിചാരിച്ചാലും അത് സാറ് സമ്മതിക്കില്ല എന്ന് പറയണേ. അപ്പോഴേക്കും വിക്രം ദേഷ്യം വന്നിട്ട് വിക്രം എടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്ടോ. അപ്പോൾ ശ്രീ സാർ ഇങ്ങനെ തടയുന്നുണ്ട്. വേദ, താൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് നല്ല ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. പറഞ്ഞതൊക്കെ നല്ലതായിട്ട് ഓർമ്മയില്ലേ? എന്തായാലും ഞാനും അങ്ങനെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രീനി സാറിന് ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും മറവിയൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയുകയാണേ, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും.
ഇവിടെ ആർക്കും ഇഷ്ടമല്ല വിക്രം സാറിൻ്റെ കൂടെ നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായങ്ങൾ ചുമത്തിയാലും ഈ വീട്ടുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഈ വീട്ടിൽ നടക്കൂല എന്ന് പറയുകയാണേ. അപ്പോൾ വിക്രം പറയാം, ഇത് എൻ്റെ വീടാണ്, നീ എന്തിനാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, നിനക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഓഹോ, നിങ്ങളുടെ വീടാണെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടല്ലോ, ആ വീട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നിങ്ങളുടെ ആവുമല്ലോ, അപ്പോൾ വീട്ടുകാർക്കുണ്ടാവുന്ന വേദന അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശ്രീനിസാറിൻ്റെ മൂത്തയ്ക്ക് ശ്രീകാരി സാർ, ഞാനൊരു കാര്യം പറയട്ടെ, വിക്രം ഇപ്പം നടക്കുന്ന വഴിയിൽ നിന്ന് മാറി നടക്കണം എന്നുള്ളത് ഈ വീട്ടുകാരുടെ ആവശ്യമാണ്. ഈ വീട്ടുകാർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രീനിസാറും വിക്രവും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട്, കൊള്ളാം, വേദ വിചാരിച്ചതിനേക്കാളും മിടിക്കുകയാണ്, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകണം സാർ എന്ന് വിളിക്കുകയാണ് കേട്ടോ വിക്രം. ഞാൻ വരട്ടെ എന്നാണ് കേട്ടോ പറഞ്ഞത്, പോകട്ടെ എന്നല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ. ശ്രീനിസാറ് പോയതോട് കൂടിയിട്ട് വിക്രത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ. വേദനയുണ്ട് ഓടിച്ച് നിന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് എടി എന്ന് പറയുമ്പോൾ ദേ മതി നിർത്ത്. അതെ, ആ ശ്രീനിസാർ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ അകത്തിരുന്നിരുന്ന നിങ്ങളുടെ അച്ഛൻ എഴുന്നേറ്റ് പോയിട്ടാണ് പ്രതിഷേധിച്ചത്. ഞാൻ പക്ഷെ നല്ല രീതിയിൽ തന്നെ മാന്യമായിട്ട് തന്നെയാണ് വിളിച്ച് ഇങ്ങോട്ട് കയറ്റി കാപ്പിയൊക്കെ വേണമെന്ന് ചോദിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം അത് ഞാൻ ആരെ മുഖത്ത് നോക്കിയാലും പറയും, എനിക്കതിനൊരു പ്രശ്നമില്ല, അതുകൊണ്ട് അതിൻ്റെ പേര് എൻ്റെ മെക്കെട്ട് കയറാൻ വരട്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെ വേദം അകത്തേക്ക് പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് വിശ്വൻ്റെ ഭാഗമാണ് കേട്ടോ. വിശ്വൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടി എന്ന് ചോദ്യം ചെയ്യണം. അപ്പോഴേക്കും ശ്രീകാന്ത് വരികയാണ്. ശ്രീകാന്ത് എല്ലാവരോടും പറയും, എന്താ എല്ലാവർക്കും ജോലിയില്ലേ, പോയി ജോലി ചെയ്യുമെന്ന് പറയട്ടോ. മാനേജർ വിളിക്കുന്നുണ്ട്. അപ്പോൾ മാനേജറും വരുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് വിശ്വനോട് പറയാണ്, നിങ്ങളുടെ വീട്ടിൽ ആകെ ഒരു തല്ലുകൊള്ളിയും ഒരു കള്ളനും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കുടുംബത്തോട് കൂടിയിട്ട് അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിൻ്റെ അച്ഛന് അവാർഡൊക്കെ കിട്ടിയതല്ലേ, നല്ല മാതൃകാ അധ്യാപകനുള്ള അവാർഡ്, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ആയിപ്പോയല്ലോ എന്ന് പറയണേ. എന്താ നിൻ്റെ അനിയൻ പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ സാറേ അനിയന് ഇതൊന്നും അറിയില്ല, എൻ്റെ അനിയനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തരുത്, അപ്പം നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കണം. ഇല്ല സാറേ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ സത്യമാണ് പറഞ്ഞതെന്നൊക്കെ പറയാൻ കേട്ടോ. എടോ ഗുണ്ടകൾ വന്ന് തൻ്റെ വീട് കത്തിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടാവും തൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ നിന്ന് മോഷ്ടിച്ചോളാൻ, അതല്ലേ നടന്നത്. അയ്യോ സാറേ എൻ്റെ അനിയനിൽ ഉൾപ്പെടുത്തരുതെന്ന് വിശ്വങ്ങനെ കേണ് പറയുകയാണേ. അപ്പോഴേക്കും പോലീസുകാരൻ വരികയാണ് കേട്ടോ, സാബു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തേ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനൊരു പരിമിതി ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സാറിനെ വിളിച്ചതെന്ന് പറയാൻ കേട്ടോ. അതിനെന്താ, ഞാൻ ചോദ്യം ചെയ്യാലോ, ഞങ്ങൾക്ക് അങ്ങനെ പരിമിതികളും ഇല്ല എന്നിട്ട് പറയാൻ കേട്ടോ. എന്തായാലും ഇവൻ്റെ വീട്ടിലൊരു കള്ളനുണ്ടല്ലോ, അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയും കേട്ടോ. പിന്നെ വിശ്വത്തിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് വേദന അമ്മാവൻ, അതായത് ദർശൻ്റെ അച്ഛൻ വരികയാണ്. എന്നിട്ട് പറയും, എന്തായി കാര്യങ്ങൾ, വിചാരിച്ച പോലെ തന്നെ നടക്കുമല്ലേ, ഇനിയിപ്പോൾ ഇവനെ ഇറക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ പെങ്ങളുണ്ടല്ലോ അവൾ ഇറങ്ങിത്തിരിക്കുമോ, പിന്നെ ആ കൂടെ അവനും ഉണ്ടാവും, എൻ്റെ മോനുണ്ടല്ലോ നാണം കെട്ട കഴുത ദർശൻ, അവനും കൂടി ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എല്ലാ പഴുതുകളും അടപ്പിച്ചിട്ടാണ് ഞാനിതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്ന് ശ്രീകാന്ത് പറയുകയാണേ. ഈ ഒരു പൂട്ടിൽ അവരെല്ലാവരും പെടും. വേദ ആ വീട്ടിൽ കയറി ചെന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ വീട്ടിൽ നടക്കുന്നതും ഈ വിശ്വം ഇത്തരം വേദനകൾ അനുഭവിക്കുന്നതെന്നും ആ വീട്ടുകാർക്ക് തോന്നണം. വേദയെ അവർ മനഃപൂർവ്വമായിട്ട് തന്നെ ഒഴിവാക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ശരി, എന്തായാലും അത് തന്നെ നടക്കുമെന്ന് ശ്രീകാന്തും അമ്മാവനും കൂടെ പറയുകയാണേ. പിന്നെ വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. മാഷിരുന്ന് എന്തൊക്കെയോ പേപ്പറൊക്കെ നോക്കുന്നുണ്ട്. വീട്ടിലെല്ലാവരും ഉണ്ട്. വിനായകനാണെന്നുണ്ടെങ്കിൽ വേദന അടുത്ത് വന്നിട്ട് ഒരു ചിട്ടി കൂട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് അതിന് ഫ്ലാറ്റൊന്നും ഇഷ്ടമല്ല വിനായകൻ ചേട്ടാ, എനിക്കിതേ ഇതുപോലുള്ള വീടും ചെറിയ മുറ്റൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ വേണ്ട, ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഒരു ചിട്ടി കൂടാലോ എന്ന് പറയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലല്ലോ, വേദ ഇപ്പോൾ പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങില്ല, അപ്പോൾ പിന്നെ 10,000 രൂപ എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള എമൗണ്ട് ഒന്നുമല്ലല്ലോ എന്ന് പറയും. അപ്പോൾ മാഷ് പറയടാ, നിൻ്റെ കമ്മീഷൻ്റെ കാര്യം പറയലൊക്കെ പുറത്തുനിന്ന് പോയിട്ട് വീട്ടിൻ്റെ അകത്തായോ, അതൊക്കെ പുറത്ത് മതി എന്ന് മാഷ് പറയും. അപ്പോൾ വേദ പറയും, ശരി ഞാനെന്നാൽ ഒരു ചിട്ടി കൂടാം, പക്ഷെ ഞാൻ അടയ്ക്കൂല കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി, വിളയോടൊക്കെ പറയണേലും ഭേദം നിങ്ങൾ പോയിട്ട് ആരെങ്കിലും ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കി, അല്ല എനിക്ക് കമ്മീഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിനായകൻ അങ്ങനെ നിൽക്കുകയാണേ. ഈ സമയത്താണ് മാഷിൻ്റെ ഫോണിലേക്ക് സാബു വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറയും. ഞാൻ സുധാകരൻ മാഷാണ്. അതൊക്കെ അറിയാടോ എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛം പോലെ കേട്ടോ. എന്നിട്ട് പറയും, അതെ നിങ്ങളുടെ മോൻ ഇവിടെ സ്റ്റേഷനിലുണ്ട് എന്ന് പറയുമ്പോൾ വിക്രമാണെന്നാണ് കേട്ടോ മാഷ് വിചാരിക്കുന്നത്. അപ്പോൾ പറയും, എൻ്റെ മോൻ വിക്രം മാസത്തിൽ തവണ അവിടെ വന്ന് കിടക്കുന്നതിൽ എനിക്ക് വലിയ പുതുമൊന്നുമില്ല, അതിനെന്തിനാണ് സാറേ എന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. എടോ വിക്രമല്ല, അവനാണെന്നുണ്ടെങ്കിലേ തന്നെ ഞങ്ങൾ വിളിക്കുകയൊന്നുമില്ല, ഇത് തൻ്റെ മകനുണ്ട്, മറ്റേ മൂത്ത മകൻ വിശ്വം,
അവനാണെന്ന് പറയും കേട്ടോ. ഇത് കേട്ടോട് കൂടിയിട്ട് മാഷ് ആകെ ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവാണ് കേട്ടോ. വേരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാഷ് ഇങ്ങനെ വിശ്വമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത് കാണിച്ചു കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.